ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീയും. സഹോദരരെ, നിങ്ങളുടെ അധ്വാനിക്കുകയും കർത്താവിനോട് നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ സമാധാനത്തിൽ കഴിയുകയും സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുകയും രീതികളെ കൈവരിക്കുകയും ദുർബലരെ സഹായിക്കുകയും എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവ്വം പെരുമാറുകയും ആരും ആരോടും തിരിഞ്ഞിട്ട് പറയാൻ തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുകയും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുകയും. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ. നോമ്പുകാലം അനുദപിച്ച് പശ്ചാത്തപിച്ച് തെറ്റുകൾ തിരുത്തുവാനുള്ള കാലഘട്ടം. നിന്റെ സഹോദരന്റെ ചെയ്താൽ അവൻ മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നുവെങ്കിൽ നീ നിന്റെ സഹോദരനെ അവൻ നിന്നെ കേൾക്കുന്നതിനായി 2-3 സാക്ഷികൾ ഓരോ വാക്ക് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളോടുകൂടി നിന്നോടൊത്ത് കൊണ്ടുപോകുക. അവൻ അവരെയും അനുസരിക്കുന്നതിനായി സഭയോട് പറയുക. സഭയെ പോലും അനുസരിക്കുന്നതിനായി അവൻ നിനക്ക് വിജാതിയെ പോലെ ചുങ്കക്കാരനെ പോലെ ആയിരിക്കും. സത്യമായി ഞങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കേട്ടതെല്ലാം സ്വർഗത്തിലും കേട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ചു ചോദിക്കുന്ന ഏത് കാര്യമോ എന്റെ സ്വർഗസ്നായ പിതാവ് നിറവേറ്റിയത്. എന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുണ്ട്, അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. തപസ്സിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വരവിയാൽ ഞങ്ങളെ കേൾക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങളെ ഞങ്ങളുടെ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരം നഷ്ടമാണ്. ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സദാ പരാജയപ്പെടുത്തിയും മാതൃകയെ മനോഹരം നൽകിയ പ്രലോഭനം രഹസ്യക്കുവാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങൾ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സംഘത്തിലെയും നാട്ടിലേക്കും തന്റെ വാസമുതൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കൈകളെ അങ്ങയുടെ രാജ്യമായ എപ്പോഴും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി
അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ നാവാനിയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവരുടെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവരുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ സഹോദരീ സഹോദരന്മാർ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് തന്നെ പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൽ സ്വർഗ്ഗവാസികളുടെ ആയിരങ്ങളും പതിനായിരങ്ങളും മുമ്പിൽ ആരാധിക്കുന്നു. അതിമയന്മാരും അരൂപികളുമായ സ്ത്രീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രൊഫേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലെ ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മകനെ കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർ നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇനി പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഈ പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിതപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. ഇതിൽ വാങ്ങി പാനം ചെയ്തു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ പരിശുദ്ധാത്മാവും എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവരത് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സുഖരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത ദിനം എന്നോട് ദൈവമേ. സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ ശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിക ഭാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടു കൂടി അവർക്ക് വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന പാവനം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
അവരുടെ ദുഷ്ടത കാര്യങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അതിലേറെ തിരഞ്ഞെടുത്താൽ നരകിലവരാകുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മലിനീയതകൾ പരിശോധിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകസ്ഥിതി അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവരുടെ മാറ്റത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ പരിശുദ്ധമായി കഴിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇത്തരവരുടെ ആനന്ദവും ആശ്വാസവും പരമ്പരത്തെ സ്വഭാവത്തിന്റെ വകവുമായി തീരട്ടെ. അങ്ങയുടെ കൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരായിരിക്കട്ടെ. കർത്താവിന്റെ സഭയ്ക്ക് വിഷ്ണുവായ വൈദികരെയും സന്യാസിമാരെയും അലമായ പ്രേക്ഷകരെ പ്രദാനം ചെയ്യട്ടെ. ലോകരക്ഷകനായ വിശ്വവും വൈദികരുടെ ആത്മീയ പറയുകയും സകല വിശുദ്ധരെയും തിരുക്കുടുംബത്തെയും പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സംബന്ധിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ ബന്ധപ്പെട്ട് മനസ്സിലാക്കും. ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിപ്പെടുന്നതിനെ സമർപ്പിക്കാം. ഘടകങ്ങളുടെ മോശത്തിനായ കാരുണ്യപൂർവ്വജങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായും മനുഷ്യവർഗത്തിന് പ്രത്യാശയായ മിശിഹായി സുഖവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറത്തുപോയി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ധാനമായ കർത്താവിന്റെ സകലത്തിന്റെയും നാഥായും ജീവൻ നൽകും ദൈവികമാ പരിപാവനമി വെളിവാഴയാ നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയാണല്ലോ. പ്രീതികാലാർന്നു യുഗാന്ത്യത സ്വർഗീയോസ്ലേ നഗരത്തിൽ മാലാഖമാരുത്തോലം പാപം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയനിലും നാഥൻ വരനിയ ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.